ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർവേഡ് റെഫ് നമ്മൾ റിയാക്ട് പ്രോജക്റ്റിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓപ്ഷണൽ റിയാക്ട് ഹൂക്ക് നമുക്ക് നോക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടുത്തെ ഫോർവേഡ് റെഫ് നമ്മൾ യൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാരന്റ് കോമ്പോണന്റിനകത്ത് ഇരിക്കുന്ന റെഫ് നേരെ നമ്മൾ ചൈൽഡ് കോമ്പോണന്റിനകത്തോട്ട് പാസ് ചെയ്താണ് കൊടുക്കുന്നത്. സോ ഈ ചൈൽഡ് കോമ്പോണന്റിനകത്ത് പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചൈൽഡ് കോമ്പോണന്റിന്റെ എല്ലാം ഇൻസ്റ്റൻസ് വാല്യൂസ് ഈ പാരന്റ് കോമ്പോണന്റിൽ കിട്ടും. പക്ഷെ ഈ പാരന്റ് കോമ്പോണന്റിൽ ഈ ചൈൽഡ് കോമ്പോണന്റിന്റെ എല്ലാം ഇൻസ്റ്റൻസ് കിട്ടുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇൻസ്റ്റൻസ് വാല്യൂസ് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷോ മോഡൽ എന്ന് പറയുന്ന ഒരു ഒബിജെ ഡയലോഗ് എന്ന് പറയുന്ന യൂസ് റെഫ് ആണ് ഇവിടെ പാരന്റ് കോമ്പോണന്റിൽ യൂസ് ചെയ്തിരിക്കുക. അപ്പൊ ഈ ഒബിജെ ഡയലോഗ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ചൈൽഡ് കോമ്പോണന്റിനകത്തോട്ട് ആണ് ഈ റെഫറൻസ് പാസ് ചെയ്യുന്നത്. സോ ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒബിജെ ഡയലോഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, അതായത് ഈ ഒരു ഡയലോഗ് എലമെന്റിന്റെ എല്ലാം റെഫറൻസ് വാല്യൂസ്, അതിന്റെ ഇൻസ്റ്റൻസ് വാല്യൂസ് എല്ലാം കിട്ടും. പക്ഷെ എനിക്ക് എല്ലാം ഇൻസ്റ്റൻസ് ഒന്നും എനിക്ക് വേണ്ട. അതിന് പകരം എനിക്ക് കുറച്ച് ഓപ്ഷൻ, അതായത് എനിക്ക് കസ്റ്റമൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ ID നമുക്ക് കിട്ടും, വാല്യൂ കിട്ടും, അതെല്ലാം കിട്ടും. പക്ഷെ എനിക്ക് അതിന്റെ വാല്യൂ മാത്രം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും അതിന്റെ ക്ലാസ് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ എനിക്ക് അത് ചെയ്യണം. സോ അതിന് നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഉള്ള ഒരു റിയാക്ട് ഹൂക്കാണ് യൂസ് ഇമ്പറേറ്റീവ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജീക്സ് ഫോർ ജീക്സ് എന്ന് പറയുന്ന സൈറ്റിനകത്ത് നോക്കി കഴിഞ്ഞാൽ വാട്ട് ഡസ് യൂസ് ഇമ്പറേറ്റീവ് ഹാൻഡിൽ ഡു. ആക്ച്വലി യൂസ് ഇമ്പറേറ്റീവ് ഹാൻഡിൽ എന്ന് പറയുന്നത് റിയാക്ട് ഹൂക്ക് API ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻസ്റ്റൻസ് വാല്യൂനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാരന്റിനകത്ത് നമുക്ക് എല്ലാം ഇൻസ്റ്റൻസ് വാല്യൂ കിട്ടുന്നതിന് പകരം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത വാല്യൂസ് മാത്രം ആക്സസ് ചെയ്താൽ മതി. അതായത് പാരന്റ് കോമ്പൗണ്ടിനെ ആക്സസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിവിടെ നോക്കാം. സോ ആക്ച്വലി ഈ യൂസ് ഇമ്പറേറ്റീവ് ഹാൻഡിൽ എന്ന് പറയുന്ന റിയാക്ട് ഹൂക്ക് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ചൈൽഡ് കോമ്പോണന്റിലാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ യൂസ് ഇമ്പറേറ്റീവ് ഹാൻഡിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ വന്നു. ഓക്കെ. സോ യൂസ് ഇമ്പറേറ്റീവ് ഹാൻഡിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ രണ്ട് പാരാമീറ്റർ ആണ് പാസ് ചെയ്യുന്നത്. ഒന്ന് റെഫ്, അതായത് റെഫറൻസ്, പിന്നെ ഒന്ന് ഇനിഷ്യൽ, അതായത് ആക്ച്വലി ഇവിടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് പാരാമീറ്റർ റെഫ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പാസ് ചെയ്ത് വരുന്നത്, ഈ ഫോർവേഡ് റെഫിനകത്ത് പാസ് ചെയ്ത് വരുന്ന റെഫിനാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. റെഫ് കോമ, എന്നിട്ട് നമ്മളിവിടെ ഒരു ആരോ ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് ആരോ ഫംഗ്ഷൻ ആണ്. സോ ഈ ആരോ ഫംഗ്ഷനകത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഫംഗ്ഷൻ നെയിം ഏതെങ്കിലും കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷന് ആക്ച്വലി എന്ത് ചെയ്യാൻ, എനിക്ക് ഇവിടെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കണം. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യും, ഞാനിവിടെ ഡയലോഗിന് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കണം. സോ അതിന് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിത് ഈ ഒബിജെ ഡയലോഗ് എന്ന് പറയുന്ന സാധനം ഇതേപോലെ ഞാനിവിടെ കോപ്പി ചെയ്ത് കൊടുക്കാൻ പോകും. എന്തായാലും ഇതിനൊരു യൂസർ റെഫറൻസ് വേണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡയലോഗ് എന്ന് പറയുന്ന എലിമെന്റിന്റെ റെഫറൻസ് നമുക്ക് കിട്ടണം. ഇവിടെ ജസ്റ്റ് ഒരു വെറും ഒരു ഡയലോഗ് എന്ന് പറഞ്ഞ് പേര് മാറ്റി കൊടുക്കാം. ഓക്കെ, ഡയലോഗ് എന്ന് പറയുന്നത് റെഫറൻസ്. ഇവിടെ ഞാൻ റെഫറൻസ് റെഫ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഡയലോഗാണ്. ആക്ച്വലി ഈ റെഫ് വരുന്നത് ഇത് പാരന്റ് കോമ്പോണന്റിൽ വരുന്ന റെഫറൻസ് ആണ്. അത് ആക്ച്വലി നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിന്റെ ഇൻസ്റ്റൻസ് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഒരു ലിമിറ്റഡ് ഇൻസ്റ്റൻസ് വാല്യൂസ് മതി. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ റെഫറൻസ് മാറ്റിയിട്ട് ഇവിടെ ഡയലോഗ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡയലോഗ് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ഡയലോഗ് ഡോട്ട് കറന്റ് യൂസ് റെഫ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ടാന്ന് തോന്നുന്നു, കോമ, കറന്റ് ഡോട്ട്
നമ്മൾ ഇതേപോലെ തന്നെയാണ് ഇവിടെ ഷോ മോഡൽ എന്ന് പറഞ്ഞ് ഓക്കെ. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ചിലപ്പോൾ ഇത് അൺഡിഫൈൻഡ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നൾ ആയിരിക്കും വരുന്നത്. ഞാനിവിടെ ഷോ മോഡൽ എന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഡയലോഗ് ഞാൻ ഇവിടെ പാസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ ഈ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ആയിരിക്കും ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഷോ മോഡൽ എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഞാൻ ഓപ്പൺ എന്നായി കൊടുക്കുന്നു. ഓക്കെ. ഈ ഓപ്പൺ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ട്രിഗർ ചെയ്യുന്നത്, ഈ ഫംഗ്ഷനിലോട്ട് ട്രിഗർ ചെയ്ത് കഴിയും. ഇനി നമുക്ക് ഇതൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ മോഡൽ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ഷോ മോഡൽ, ആക്ച്വലി ഞാൻ ഇവിടെ സേവ് ചെയ്തില്ല. നമ്മളിവിടെ ചെയ്ത് നോക്കാം. യെസ്, അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ഇൻസ്റ്റൻസ്, അതായത് ചൈൽഡ് കോമ്പോണന്റിന്റെ എല്ലാം ഇൻസ്റ്റൻസ് വാല്യൂസ് കിട്ടുന്നതിന് പകരം നമുക്ക് ഇവിടെ ചൈൽഡ് കോമ്പോണന്റിനകത്ത് പോയിട്ട് യൂസ് ഇംപറേറ്റീവ് ഹാൻഡിലിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത വാല്യൂസ്, അതായത് നമുക്ക് എന്താണോ ആവശ്യമുള്ള വാല്യൂസ് നമുക്ക് അത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് പാരന്റിനകത്ത് വിളിച്ചാൽ മതി. അപ്പൊ ഈ ഓപ്പണിൽ വിളിക്കുമ്പോൾ ആക്ച്വലി ഇത് നമുക്ക് ഡയലോഗ് കറണ്ട് ഷോ മോഡൽ ആയിരിക്കും ഇത് ട്രിഗർ ചെയ്യുന്നത്. നമുക്ക് വേറെ ഐഡിയോ, ഇതിന് ഈ ഡയലോഗ് ബോക്സിന്റെ ഐഡിയോ നമുക്ക് അവിടെ ഒന്നും കിട്ടത്തില്ല. ക്ലാസ്സോ അങ്ങനെ എന്താണോ യൂസ് ചെയ്തത് നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മോഡൽ മാത്രമേ ഓപ്പൺ ചെയ്ത് കാണിക്കത്തുള്ളൂ. സോ ഇതാണ് യൂസ് ഇംപറേറ്റീവ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു റിയാക്ട് ഹൂക്ക് API ആണ്, ഓപ്ഷണൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ.